ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മത്തി വാങ്ങിച്ചപ്പോൾ നല്ല അടിപൊളി പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു അടയുണ്ടാക്കിയാലോ. അപ്പം വീഡിയോ കാണാം. നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാവേ. ഞാൻ നല്ല തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരിഞ്ഞിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉള്ളി എടുക്കാം. എന്താണ്, നമുക്ക് പൊടിയായിട്ട് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ ഈ കൊച്ചുള്ളി ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കനം കുറച്ച് സവാള അരിഞ്ഞെടുക്കുകയാണ്. കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിനിയും എടുക്കാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചി ഇടണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ രണ്ടും കൂടെ അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇഞ്ചി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചി പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. എന്നോട് പറഞ്ഞ പച്ചമുളകും വേണ്ടാന്ന്. അന്നേരം പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്ത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് പച്ചമുളകൊക്കെ എരിയൊക്കെ ഇടുക. അപ്പം നമ്മൾ ഇച്ചിരി കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാതെ, ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് കളറിന് വേണ്ടി ഒരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയമുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക, അല്ലെ വേറൊരു ഓയിലും ഉപയോഗിക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനീ പരിഞ്ഞിൽ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തോരാനായിട്ട് അരിപ്പയ്ക്കകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളുണ്ടല്ലോ മത്തി വാങ്ങിക്കുമ്പോൾ നല്ല അടിപൊളി വലിയ മത്തിയല്ലേ കിട്ടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നിറച്ച് പരിഞ്ഞില്ലല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഇവിടെ വറുത്തൊക്കെയാണ് തോരൻ വെക്കും. പക്ഷേ ഇവർക്ക് തോരൻ വെക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൂടെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി ഇത് ഞാൻ പരത്താനായിട്ട് ഇവിടെ വാഴയില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൈയിട്ടൊന്ന് ഇളക്കുക കേട്ടോ. നമുക്ക് തിന്നാനായതുകൊണ്ട് എൻ്റെ സ്വന്തം കൈ വെച്ച് ഞാൻ ഇളക്കുവാണ്. അപ്പം ഞാൻ വേണ്ട നമ്മുടെ വാഴയില ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ശകല എണ്ണ ഒഴിച്ച് കൊടുക്കാതെ. ഇതെന്തിനാണ് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലയുടെയും ആ എണ്ണയുടെയൊക്കെ നല്ല അടിപൊളി മണമില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് പരിഞ്ഞിൽ മിക്സ് വെച്ച് കൊടുക്കാം. മിക്സ് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. ഇത് അപ്പുറം ഇപ്പുറം രണ്ട് വശം ഇച്ചിരി വിട്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ പരിഞ്ഞിലെല്ലാം കൂടെ പുറത്ത് ചാടിപ്പോവും. അപ്പോൾ കണ്ടായിരുന്നല്ലോ, നമുക്ക് ഏറെ പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടയുടെ രീതി മടക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനിയും ചപ്പാത്തിക്കല്ലാണ് വെച്ചേക്കുന്നത് കേട്ടോ അടുപ്പിൽ. അപ്പോൾ ഇനി അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കല്ല് തേണ്ട ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി എന്നിട്ട് തീ കുറച്ചിടണം കേട്ടോ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് വേഗത്തുമില്ല, ഇല കരിഞ്ഞു പോവുകയും ചെയ്യുവേ. പിന്നെ ഇത് നമുക്ക് എല്ലാ വശം വേകാനായിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെക്കാവേ. ചപ്പാത്തിപ്പലകയെന്ന് വായി വരുന്നത്. ചപ്പാത്തിക്കല്ലായതുകൊണ്ട് അല്ലെ ദോശക്കല്ലായതുകൊണ്ട് ഞാനിത് മുണക്ക് പരന്ന ഒരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുഴിയുള്ള തവ അങ്ങനെ വല്ലതാണെങ്കിൽ അറിയാമല്ലോ, മൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ലെവലിനുള്ളത് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ പാത്രത്തിൽ ഒരിക്കലും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് വെക്കരുത്. കാരണം ചൂടാകുമ്പം ആവി തട്ടി വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വെന്ത് വന്നിട്ട് കാണാം. ഇനി എന്തുണ്ട്, ഒരു വശം ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിടാവേ. ഞാനപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാരം എടുത്ത് വെക്കാം. നമ്മുടെ പരിഞ്ഞിലട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല
സൂപ്പറായിട്ട് നമ്മുടെ അങ്ങനത്തെ കറിവേപ്പിലയൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പരിഞ്ഞിൽ വന്ന് നല്ല രുചിയുമുണ്ട്. സൂപ്പറായിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഞാൻ പിന്നെ ഇവിടെ 3 എണ്ണം നല്ലതായിട്ട് അല്ലേ, നല്ല സൂപ്പറല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ. എന്നിട്ട് കരിഞ്ഞൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മൂത്തതാണ്ടോ. ഇലയൊന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ, സൂപ്പറാകുമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പം മത്തിയൊക്കെ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ എനിക്ക് ഇന്ന് നല്ലതായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇനി 2 അടയും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ. ബൈ.